ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആപ്പിൾ കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് 2 ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഉണ്ട്, ഒരു 1/2 കപ്പ് മൈദ മാവാണ്. ഇതിൻ്റെ തന്നെ ഈ സിനമൺ കാണിച്ചതിൻ്റെ അതിൻ്റെ പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. ഇതൊരു 25-30 ഗ്രാമോളം ബട്ടറും വെച്ചിട്ടുണ്ട്. നമുക്കിതിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. 1 കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മൈദ മാവാണ്. അത് ഇതിലോട്ട് ഇടുകയാണ്. ഞാനിപ്പോൾ പകുതി ഇടുകയാണ്. നോക്കിയിട്ട് നമുക്കതിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കി ഇടാം. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് കുറച്ച് ഇത്ര ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ചെന്ന് തന്നെ പറയാം. ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിടാം നോക്കിയിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയുടെ കുറച്ച് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്, ഒരു 2 ടീസ്പൂൺ. ഇനി നമുക്കിതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മുട്ടയും മൈദാമാവും ബേക്കിംഗ് പൗഡറും കുറച്ച് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് നമ്മുടെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൻ അടപ്പത്ത് വെച്ചു, ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബട്ടറിൽ നിന്ന് ഒരു പകുതിയോളം ഈ പാനിലോട്ട് ഇടുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല 2 ആപ്പിൾ, അത് ഇതിലോട്ട് ഇടുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാരയുടെ കുറച്ചിടാം. ഒരു പകുതിയോളം ഇട്ടിട്ടുണ്ട്, പകുതിയല്ല ഒരു 3/4 ഭാഗത്തോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സിനമൺ പൗഡറാക്കിയതാണ്. ഒരു കറുവാപ്പട്ട കാണിച്ചിരുന്നു, ആ കറുവാപ്പട്ടയുടെ കുറച്ചെടുത്തിട്ട് നമ്മളിടുകയാണ്. ഇതിനി ഓഫ് ചെയ്യുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ബട്ടറും ആപ്പിളും ഷുഗറും ഒക്കെ കൂടെ ഇട്ട് നമ്മൾ ചൂടാക്കിയതല്ലേ, അത് ഇതിലോട്ടിടുകയാണ്. നമ്മൾ എടുത്ത് വെച്ച ആ മാവ്, മൈദ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതിലോട്ടിടുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാവിലെ ബാക്കി മാവും കൂടെ ഇതിലോട്ടിടുകയാണ്. ഇനി നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കാം.
വീണ്ടും നമ്മൾ ആ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ആ പാൻ കഴുകി എടുത്തിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഈ ഓയിലൊന്ന് ചൂടാവണം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ആ മിക്സ് എടുത്തിട്ട് ഓയിലിട്ടിട്ട് കൊടുക്കുകയാണ്. നമുക്ക് മറിച്ചിടാം. നമ്മുടെ ഈ വിഭവം എങ്ങനെയുണ്ട്? ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടണം. ഓക്കെ, താങ്ക് യു.